ഹായ്, വി പ്ലസ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കറിയാം, SLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. SLCയിൽ ഇപ്പോൾ ഏകദേശം 3 പരീക്ഷയോളം കഴിഞ്ഞു. മലയാളം ഫസ്റ്റ് കഴിഞ്ഞു, മലയാളം സെക്കൻഡ് കഴിഞ്ഞു, ഇംഗ്ലീഷ് കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന പരീക്ഷ ഹിന്ദിയാണ്. ഹിന്ദി പൊതുവെ നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾക്ക് കുറച്ചൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. നമ്മുടെ ദേശീയ ഭാഷയാണെങ്കിലും അത് എഴുതി ഫലിപ്പിക്കുന്നതിൽ പലപ്പോഴും കുട്ടികൾക്കൊരു പോരായ്മകൾ തോന്നാറുണ്ട്. എങ്കിലും ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ മോഡൽ എക്സാമിന് നമുക്കറിയാം ഈ ഒരു ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം സെക്കൻഡ് പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചൊരു ടഫായിട്ടുള്ള രീതിയിൽ, ചെറിയ രീതിയിലെങ്കിലും മാറിയിട്ടുണ്ട്. ഹിന്ദിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഉറപ്പായിട്ട് വരാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ടിപ്പണിയാണ്. മോഡൽ എക്സാമിന് നമുക്ക് വന്ന ടിപ്പണി നമുക്കറിയാം. അത് മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്നുള്ള ഒരു പോയത്തിൻ്റെ ടിപ്പണിയാണ് വന്നത്. എങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു ടിപ്പണി എന്ന് പറയുന്നത് പൈദൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്ന ആ പോയാണ്. അപ്പോൾ തീരെ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഈ പൈദൽ ചൽത്താ ഹുവ ആദ്മി എന്നുള്ള ഒരു ടിപ്പണി നിർബന്ധമായും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് 9ാം ക്ലാസ് തൊട്ടത് പരിചയമുള്ളതാണ് നമ്മുടെ പട്കഥ, തിരക്കഥ എഴുതുന്ന രീതി. അത് കഴിഞ്ഞ മോഡൽ എക്സാമിന് നമുക്ക് റെയിൻ ബെസലേം എന്നുള്ള ഒരു യാത്രാപ്രതിയാണ് വന്നത്. എങ്കിൽ ഇത്തവണ നമുക്ക് വരാൻ സാധ്യതയുള്ളത് പരീരടിക്കുക എന്നുള്ള നമ്മുടെ ലാസ്റ്റ് ആ ഒരു പാഠത്തിലത്തെ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. പരീരടിക്കുക എന്ന് പറയുന്ന ആ ഒരു കഥയിൽ നിന്നായിരിക്കാം നമ്മുടെ പട്കഥ ചോദിക്കുക. അതുപോലെ തന്നെ കോമൺ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. നമ്മുടെ ഈ സാധാരണ പോലെ തന്നെ നമ്മുടെ ഡയറി, ഈ വട്ടം മിക്കവാറും റെയിൻ ബെസലേം എന്നുള്ള ആ പാഠത്തിലത്തെ ഒരു ഡയറി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ പോസ്റ്റർ, നമുക്ക് 2 തരം പോസ്റ്ററാണ് സാധാരണ ഹിന്ദിയിൽ ചോദിക്കാറുള്ളത്. ഒന്ന്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏതെങ്കിലും കഥകൾ അത് നാടകമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാം. അല്ലെങ്കിൽ നമ്മൾ ബോർഡിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു പോസ്റ്റർ, നമുക്കറിയാം യുദ്ധത്തിൻ്റെ ഒരു ആനുകാലിക സാഹചര്യം നിലവിലുള്ളത് കൊണ്ട് തന്നെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു ബോധ്യം കുട്ടികളിൽ ഉണ്ടാകുന്നതിന് നിർബന്ധമായിട്ടും യുദ്ധത്തിനെതിരെയുള്ള ഒരു പോസ്റ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം പോസ്റ്ററിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കറിയാം. ഇപ്പോഴും ആദ്യം ഏറ്റവും മുകളിൽ പോസ്റ്ററിന് എഴുതണം. അതിനുശേഷം ഇത് നമ്മൾ സങ്കോഷ്ടി, അതായത് സെമിനാറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്ററാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. സങ്കോഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമിനാർ എന്നാണ് അർത്ഥം. സെമിനാറിന് ഒരു പേര് എഴുതി, അതിനുവേണ്ടി നമുക്ക് വിഷയം യുദ്ധ ആനേവാലി പീഡിക നാശ്, യുദ്ധം വരും തലമുറയ്ക്ക് നാശമാണെന്ന രീതിയിലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സെന്റൻസ്. അതിനുശേഷം സിമ്പിളായിട്ട് താരിഖ എഴുതാം, ഡേറ്റ് എഴുതാം, അതുപോലെ തന്നെ സ്ഥാൻ, പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ സമയം. അതുപോലെ നമ്മൾ സാധാരണ പോലെ തന്നെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് എഴുതാം. അതിനുശേഷം അടിയിൽ നമുക്ക് സബ്കോ സ്വാഗതം, എല്ലാവരെയും ഓർഡർ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് സ്വാഗതം ചെയ്യാം. അത് ഇതുപോലെ തന്നെ ചെറിയൊരു സെന്റൻസ് ഇടയിൽ ചേർക്കാം, യുദ്ധ ചോടയും ശാന്തി ബനായ രഗയും എന്നൊക്കെ ചേർത്ത് വളരെ നല്ല രീതിയിൽ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രസിംഗ് ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പോസ്റ്ററുകൾ തയ്യാറാക്കാനായിട്ട് പറ്റണം. ഹിന്ദിയിൽ എപ്പോഴും സ്പെല്ലിംഗ് തെറ്റ് വരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്ററുകൾ എഴുതുമ്പോൾ നല്ല രീതിയിൽ അതിനൊരു ബോർഡർ കൊടുത്ത് ഭംഗിയിൽ എഴുതുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ ഒരു ടിപ്പണി, അത് പൈദൽ ചൽത്താ ഹുവ ആദ്മി എന്ന് പറയുന്ന പോയത്തിലത്തെ ടിപ്പണി പഠിക്കുക. അതെന്തായാലും നിർബന്ധമായും പരീക്ഷയ്ക്ക് വരും. അതിൽ പട്കഥയ്ക്കായിട്ട് ഒരുങ്ങണം. പട്കഥ എന്തായാലും പരീരടിക്കുക എന്നുള്ളൊരു പാഠത്തിൽ നിന്നാണ് നമുക്ക് ചോദിക്കാൻ സാധ്യത, അതിനൊരുങ്ങണം. അതുപോലെ പോസ്റ്റർ, യുദ്ധത്തിനെതിരായിട്ടൊരു പോസ്റ്റർ നമ്മളിപ്പോൾ ബോർഡ് എഴുതിയിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കുക, അതൊന്ന് കാണാം. വീണ്ടും കുറച്ചും കൂടി പുതിയ ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.